ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന നമ്മുടെ എറണാകുളത്തുള്ള കുറച്ച് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. എൻ്റെ പാർട്ട്ണറും കൂടെ ഉണ്ട്. അപ്പോൾ എന്നാൽ അയാളെ പിക്ക് ചെയ്യണം. അയാളെ പിക്ക് ചെയ്തിട്ട് വേണം ഇന്ന് പോകാനായിട്ട്. അപ്പോൾ അയാൾ വഴിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അയാളോട് പോയിട്ട് ഇന്ന് നമുക്ക് വൈകുന്നേരത്തിൽ തിരിച്ച് വരണം. അപ്പോൾ ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും പോകാം അങ്ങോട്ടേക്ക്. അവിടെ ചെന്നിട്ടുള്ള അവിടെയുള്ള വിശേഷങ്ങളും പോകാനായിട്ടുള്ള വിശേഷം കാണിച്ചിട്ട് എന്തായാലും ഓക്കെ. നിങ്ങളിപ്പോൾ ഈ മഴയത്ത് ഒക്കെ ട്രിപ്പിന് പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ റോഡൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് സ്ലിപ്പായി കിടക്കുവാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ തോന്നുന്നു എനിക്ക്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചാലും ശരി, നമുക്ക് ബ്രേക്ക് ചിലപ്പോൾ പ്രോപ്പറായിട്ട് കിക്ക് ചെയ്ത് വരത്തില്ല. അപ്പോൾ എൻ്റെ ഈ വണ്ടിക്കകത്ത് ഏരിയയിട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ കാര്യമില്ല. കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റൊക്കെ ജസ്റ്റ് മിസ്സായിട്ട് സംഭവിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫായി ഡ്രൈവ് ചെയ്യുക. അതുപോലെ തന്നെ ഓവർ സ്പീഡൊന്നും എടുക്കാതിരിക്കുക. കാര്യം ഈ മഴ സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ വിചാരിച്ച ചിലപ്പോൾ ബ്രേക്ക് കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ വണ്ടി പ്രോപ്പറായിട്ട് നിന്ന് വരത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പാർട്ട്ണർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള യാത്രയാണ്. ഞാൻ പുള്ളിക്കാരത്തിനെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് പുള്ളിക്കാരത്തി ഇവിടെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് വണ്ടിയിലല്ല പോകുന്നത്, ഒരു വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ സൈഡാക്കുവാണ്. കാര്യം ഞാൻ ഈ വണ്ടിയിൽ അത്ര കംഫർട്ടല്ല റൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ വണ്ടി എടുക്കാത്തത്. എന്തായാലും പുള്ളിക്കാരത്തിനൊന്ന് പോയി മീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി മുൻപോട്ട്. ഓക്കെ, അപ്പം ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് പൊക്കോണ്ടിരിക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്ത് അധികം ദൂരമൊന്നുമില്ല. എനിക്ക് ആ സ്ഥലത്തിന് പ്രത്യേകം നടന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഗൂഗിളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അവിടെ എന്തൊക്കെയുണ്ട്. ഒരേ സമയം എന്താ പറയുക, ട്രൈപോഡ് ഹോൾഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രൈവിംഗ് ഇപ്പോൾ മാറ്റി അല്ലേ. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആരാ? ഞാൻ അത്രേ ഉള്ളൂ. പ്രോ ഡ്രൈവറാണോ? പ്രോ ഡ്രൈവറാണോ? എത്ര കൊന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ? ആരെ കൊന്നിട്ടില്ല. വേണം ഇപ്പൊ രണ്ടെണ്ണം ചാവും. ആരെ കൊല്ലരുത് കേട്ടോ. ഒരേ സമയം തന്നെ വീഡിയോ എടുക്കലും മാപ്പ് നോക്കലൊക്കെ ആയതുകൊണ്ട് വഴി ഇടക്കിടക്ക് തെറ്റിപ്പോയില്ലേ? അതെ, ഈ വഴിയെല്ലാം നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പോണ വഴികളാണ്. പിന്നെ ഞാനറിയാം നീ എപ്പോ നമുക്കിനി എത്ര ദൂരം അറിയാം സ്ഥലത്ത് പോകാനായിട്ട്? എത്ര ദൂരം ഉണ്ട്? ഇനി ഒരു 11 കിലോമീറ്റർ കൂടെ ഉള്ളു നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട്. നമുക്ക് സെയിം പോയിന്റ് തന്നെ എന്താ പറയുക, GPS-ഉം വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇനി മെയിൻ സ്ഥലത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെല്ലാം കിട്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ എന്താ വണ്ടി ഓടിച്ച് ഇവിടെ ശൂലം വാട്ടർഫോൾസ്, എറണാകുളം ജില്ലയിലത്. അതെ, ഒരു വാട്ടർഫോൾസ് ഇത്. അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് അതെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഗൂഗിളിൽ ഇപ്പം അങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുവാണ്. ഇവിടെ ഇപ്പം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് വന്നത്. ഇപ്പം ഞങ്ങൾ മാത്രമേ കൂടെ ഉള്ളു സത്യം പറഞ്ഞാല്. വണ്ടിക്ക് ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇവിടെ പന്നി ഫാമാ തോന്നുന്നു. നല്ല നല്ല വെള്ളമൊക്കെ കൊള്ളും. പക്ഷെ ഇവിടെ എല്ലാവരും അതുപോലെ അഴുക്ക് പാട്ടൊക്കെ തള്ളിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. മഴ പെയ്യുന്നുണ്ട്. കുട ഉണ്ടോ? എൻ്റെ കുട ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും കുട എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുട നമ്മുടെ ബാഗിലാണ് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു മുന്നോട്ട് നടക്കുന്നത് എന്താണെന്ന് അറിയില്ല. അവരാ വെള്ളത്തിൽ എങ്ങനെ എത്തിയെന്നൊരു പിടിയില്ല.
ഞങ്ങൾ പോയ വഴി അല്ലായിരുന്നു. അവിടെ നിന്ന് ഇനി കുറേ തിരിച്ച് പോകണം അങ്ങോട്ട്. ഇത് ഫസ്റ്റ് ആണ് എനിക്കത് വഴിയും കാരണം എനിക്ക് ഐഡിയ ഒന്നും ഇല്ല. എനിക്ക് ഇവിടെ എല്ലാ സൈഡും ഒരേപോലെ കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ടാണ് പോകണതില്ല. ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ചുകൂടെ ഞങ്ങളുടെ ഒരു ലോറിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ വെച്ച് പറയുകയെന്ന് വെച്ചാൽ ഇങ്ങോട്ടല്ല വരണം, കുറച്ചുകൂടെ മുൻപോട്ട് പുറകോട്ട് പോകണം. കുറച്ച് നല്ല ഫാമെല്ലാം കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോഴത്തേനും ഇങ്ങോട്ടേക്കൊരു വഴിയുടെ പോകണം. ഇങ്ങോട്ട് കൊക്കയാണ് ഞാൻ കാണുന്നത്. കൊക്കയല്ല, സോറി, ഇങ്ങോട്ടേക്ക് ഇത് ഇതാണ് അവിടെ താഴ്ച. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വാട്ടർഫോൾസ് പറഞ്ഞത്. കൊമ്പനൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മളെന്തായാലും തിരിച്ചെത്തി. ആ ഒരു നമ്മൾ വന്ന റൂട്ടിൽ ഒരു വലത്തോട്ടൊരു ഇങ്ങോട്ട് വരുമ്പം വലത്തോട്ടും തിരിച്ച് വരുമ്പോൾ ഇടത്തേക്ക് ഒരു ഷോർട്ട് കട്ടുണ്ട്. അതിലേക്കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ വാട്ടർഫോൾസിലോട്ട്, അതായത് അങ്ങോട്ട് ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അങ്ങോട്ടിങ്ങനെ ഇതിലും പൊക്കും. ഇവിടെ ഏറ്റവും സേഫസ്റ്റ് വെള്ളച്ചാട്ടം എന്നാണ് കേട്ടോ. പക്ഷേ സേഫസ്റ്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ആൾക്കാരിപ്പോൾ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സംഭവം കൊള്ളാം. ചെളിവെള്ളമാണ്, അതാണ് ഒരിത്. ഇവിടെ ഇപ്പോൾ കുളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. മെയിൻലി ഇവിടെ പ്രശ്നം വെച്ചാൽ വെള്ളം എല്ലാം കരയിൽ കിടക്കുവാണ്. പൊക്കത്തിന് അടിച്ച് കലക്കി വെള്ളമാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ വെള്ളം ഒഴുക്കമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വേറെ ഒന്നും കാണത്തില്ല. ഇനി കലങ്ങി വെള്ളമായതുകൊണ്ട് ആൾക്കാർ കുളിക്കാൻ മടി. അങ്ങനെ അത് നൈസായിട്ട് കുളിക്കുന്നൊക്കെ വേണം. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കുറേ ഞാൻ കുളിച്ച് സെറ്റായി. എന്നിട്ട് ഇവിടുന്ന് ഇപ്പം തിരിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ വരുന്ന വഴിയിലൊക്കെ കണ്ട കുറേ കാര്യമുണ്ട്. ഈ നിറച്ച് പ്ലാസ്റ്റിക്കും സാധനമൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ആൾക്കാർ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത്. കാര്യം നമുക്ക് പ്രകൃതി നമുക്ക് ഇത്രയും അതിൻ്റെ ആ ഒരു അതിൻ്റെ ഭംഗി എപ്പോഴും അതേപോലെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രകൃതിയോട് ദ്രോഹമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യരുത് ആരും. എല്ലാവരും വന്ന് ഇത്രയും ചെയ്യാതിരിക്കരുത്. ബാഗ് കീപ്പ് ചെയ്യുക. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണും. അപ്പോൾ അവിടെ നമുക്ക് ഈ വേസ്റ്റ് പ്രോപ്പർ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോവുക. നമ്മൾ ഇനി ഗൂഗിൾ നോക്കണം എവിടെയാണ്. അവിടെ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെയൊക്കെ, അല്ലേ? നല്ല ഭംഗിയില്ലായിരുന്നോ? നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഇനി അടുത്ത സ്ഥലത്തോട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്ഥലത്ത് കാണാം. ഈ ശൂലം വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ കൊച്ചരീക്കൽ കേവിലോട്ടാണ് പറ്റും. അപ്പം അവിടുന്ന് കൊച്ചരീക്കൽ കേവിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ പറയാം. ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ പാർക്കിംഗ് എല്ലാം ഫ്രീയാണ്. പിന്നെ വണ്ടിയോടെ വെച്ച് സേഫ്. കുഴപ്പമില്ല. കടയൊക്കെ ഉണ്ട്. അവിടെ വണ്ടി ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കൊച്ചരീക്കൽ കേവിലെത്തി. ഇവിടെ അടിപൊളിയൊരു കുളമുണ്ട്. ഇത് കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ഇന്ന് നല്ല തിരക്കാട്ടോ. കാര്യം മഴക്കാലം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ പ്ലാസ്റ്റിക് സാധനമൊന്നും നിക്ഷേപിക്കരുത്. മേ ബി ഇവിടെ ഇതിന് മുമ്പ് വന്ന സമയത്ത് അതായത് ഇതിന് മുമ്പ് വന്ന സമയത്ത് ആൾക്കാരുടെ പ്ലാസ്റ്റിക് എല്ലാമാണ് പറഞ്ഞത്. മേ ബി അതുകൊണ്ടായിരിക്കും ഇപ്പോൾ സൈൻ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് സൈൻ ബോർഡ് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് ഒന്നും ഇടാതിരിക്കുക. പരമാവധി ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്നാലും നല്ല ഭംഗിയുണ്ട്. എന്തായാലും അടുത്ത് തന്നെ കാണിച്ചു തരാം.
ഇവിടെ ഇന്ന് നല്ല തിരക്കാണ്. ഇതിനിപ്പോൾ ഇവിടെ ഇത്തിരി പീസ്ഫുള്ളായിട്ട് നിൽക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ വീക്കെൻഡ്സ് വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് പരമാവധി ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സിലേക്ക് വന്നാൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഇവിടെ ഇച്ചിരി ഭയങ്കര തിരക്കാണ്, നല്ല ക്രൗഡാണ്. ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് ഇവിടെ ഉണ്ടെന്ന്. ഞങ്ങളിപ്പോൾ അധികം നേരം സ്പെൻഡ് ചെയ്യത്തില്ല, നമ്മൾ നേരെ ഇറങ്ങും. കാര്യം എൻ്റെ ഫോണിനധികം ചാർജില്ല. അപ്പോൾ നേരെ തിരിച്ചിറങ്ങും. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോയി നിൽക്കാൻ. നമ്മൾ വന്ന വഴിക്ക് ഒരു കേവ് ഉണ്ട്, ചെറിയ കേവ് അത്. പക്ഷേ അവിടെ കുടിവെള്ളമാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുടിവെള്ളമാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് കുടിവെള്ളമാണ് അല്ലെങ്കിൽ പോലും അവിടെ വേസ്റ്റ് ഇടരുത് ഇവിടെ. പക്ഷെ അവിടെ നിറച്ച് വേസ്റ്റ് എഴുതി വെച്ചിട്ട് പോലും കുറേ വേസ്റ്റ് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പ്രാവശ്യം ഈ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ചെയ്തതാണ്. കാരണം പല സ്ഥലത്തും കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇവിടെ ഇത്ര ഉള്ളൂ കാണാനായിട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ. വീക്കെൻഡ് അല്ലാതെ വന്നാൽ നല്ല രസമായിരിക്കും ഇവിടെ. കാര്യം നല്ല കാമായിട്ട് വെള്ളമൊക്കെ തെളിഞ്ഞ പക്ഷേ വെള്ളം കലങ്ങി, ശരിക്കും വെള്ളമെല്ലാം കലങ്ങി കിടക്കും ഇവിടെ. എന്തായാലും ഇവിടെ നമ്മളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ നേരെ റിട്ടേൺ വീട്ടിലോട്ട് പോകുന്ന വഴിയുള്ള ചാർജ് ഉത്തരം എന്നിട്ട് അടുത്ത വീഡിയോ കാണിച്ചിട്ട്